ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ലോക്സഭയിൽ. ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. ഇന്ന് നിശബ്ദ പ്രചാരണം. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് 36,630 സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി ഈ മാസം 12-ന്. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. സ്ക്വാഷ് ലോകകപ്പിന് നാളെ ചെന്നൈയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. 10 മണിക്കൂർ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ നാളെ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. രണ്ടാം ഘട്ടം ഈ മാസം 11-നും വോട്ടെണ്ണൽ 13-നും നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് സോഫ്റ്റ്വെയറിൽ ഫലം തത്സമയം ലഭ്യമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ 36,630 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയാണുള്ളത്. അതേസമയം മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. എടക്കര മുത്തേടം പഞ്ചായത്ത് 7-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഹസീനയാണ് മരിച്ചത്. ഒന്നാം ഘട്ട തദ്ദേശ വോട്ടെടുപ്പിന്റെ പോളിംഗ് സാധനങ്ങളുടെ വിതരണം ആരംഭിച്ചു. അതത് വിതരണ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇവ കൈപ്പറ്റും. തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വാഹനങ്ങളിൽ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്തിക്കും. വോട്ടെടുപ്പിനായി സംസ്ഥാനത്താകെ 1.8 ലക്ഷം ഉദ്യോഗസ്ഥരെയും 70,000 പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. 2,535 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. പോളിംഗ് സ്റ്റേഷനുകളായും വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സമ്മതിദായകർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിവരങ്ങൾ കൂടി ആകാശവാണി വാർത്തകളിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ന് മോക്ക് പോൾ, വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ കൈവശം വയ്ക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാം. വോട്ടെടുപ്പ് ദിവസം രാവിലെ 6 മണിക്ക് അതാത് പോളിംഗ് സ്റ്റേഷനുകളിൽ വെച്ചാണ് മോക്ക് പോൾ നടത്തുക. വൈദ്യുതി, കുടിവെള്ളം, റാമ്പ്, വിശ്രമസ്ഥലം എന്നിവയുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നൽകിയ തിരിച്ചറിയൽ കാർഡുകൾ വോട്ട് രേഖപ്പെടുത്താനായി കൊണ്ടുവരാവുന്നതാണ്. ഇതിനു പുറമെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 6 മാസത്തിനു മുൻപ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ആധാർ കാർഡ് എന്നിവയും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുള്ള വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ സമ്മതിദായകർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക വാഹന സൌകര്യമൊരുക്കും. വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്നതിന് സൌകര്യമൊരുക്കണമെന്ന് വയനാട് ജില്ലാ കളക്ടർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വയനാട്ടിൽ 2ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥരുടെ സംഘം യാത്ര തിരിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സംഘം പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി യാത്ര തിരിച്ചത്. പഞ്ചായത്തിലെ 14 വാർഡുകളിലേക്കാണ് പോളിംഗ് സംഘം പോകുന്നത്. ഓരോ വാർഡിലേക്കും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 5-അംഗ സംഘത്തിന് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വഴികാട്ടിയായി ആദിവാസി ഉന്നതിയിൽ നിന്നുള്ളവരുമുണ്ടാകും. ദുർഘടം പിടിച്ച ആദിവാസി ഗ്രാമത്തിലേക്ക് ജീപ്പ് മാർഗം അയക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. നാളെ പോളിംഗ് അവസാനിച്ചാൽ ഇടമലക്കുടിയിൽ നിന്ന് അടുത്ത ദിവസം മാത്രമായിരിക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ മടങ്ങിയെത്തുക. സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ വോട്ടർമാരായ ജീവനക്കാർക്ക് സാധാരണ സേവന ആവശ്യകതകൾക്ക് വിധേയമായി വോട്ട് ചെയ്യാൻ അനുമതി ലഭിക്കും. 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പോസ്റ്റ് ഓഫീസുകൾ ഇന്ന് വൈകിട്ട് 6 മണിവരെ തുറന്നു പ്രവർത്തിക്കും. തപാൽ ബാലറ്റിനുള്ള അപേക്ഷകളും തപാൽ ബാലറ്റുകളും അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് നടപടി.
2017 നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. ഈ മാസം 12-ന് ശിക്ഷ വിധിക്കും. നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കോടതിയുടെ വിധി പ്രസ്താവം. ശബരിമല സ്വർണ്ണക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ചോദ്യം ചെയ്യലിന് 1 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഈ മാസം 12-ന് വിജിലൻസ് കോടതി വിധി പറയും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ ഇതുവരെ 50,94,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിൽ 50 കോടിയിലധികം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഇന്നലെ വൈകിട്ട് 6 മണിവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,70,22,663 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. SIR-ന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 13 നിയോജക മണ്ഡലങ്ങളിലായി ഏകദേശം 90% എന്യൂമറേഷൻ ഫോം ഡിജിറ്റൈസ് ചെയ്തതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. SIR-ന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ലെവലിൽ സിമ്പിൾ ആയിട്ട് ഒരു ലോഗോ ഉണ്ട്, നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. We are ensuring that no eligible voter is left behind in this special intensive revision. SIR-ന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലെ 90% മേളിൽ ഓൾറെഡി ഫോം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും, BLOമാർ, EROs, റവന്യൂ ഉദ്യോഗസ്ഥനും ബാക്കി ഡിപ്പാർട്ട്മെന്റ് വോളണ്ടിയേഴ്സ് എല്ലാവരും ഒരു ജോയിന്റ് എഫേർട്ട് ആയിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാനുണ്ട്. ആൻഡ് വി ആർ വെരി പോസിറ്റീവ് ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ഫിനിഷ് ഇറ്റ് ഓഫ് പ്രോപ്പർലി ആൻഡ് വിതിൻ ദ ടൈം ലിമിറ്റ്സ്. SIR പ്രക്രിയകൾ എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്ന് കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നുള്ള ബൂത്ത് ലെവൽ ഓഫീസർ M. മുഹമ്മദ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. SIR-ന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതും പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങി അപ്ലോഡ് ചെയ്യുന്ന പ്രവൃത്തി ഏകദേശം 95% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഡെത്ത്, ആബ്സെന്റ്, ഷിഫ്റ്റ് എന്നിവ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ സേവനം സാധ്യമാക്കിയിരുന്നു. ഈ ബൂത്തിലെ ചേലാങ്കുന്ന് ഉന്നതി, മാട്ടുമറ ഉന്നതി എന്നീ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തിയാണ് ഇത് പൂർത്തീകരിച്ചത്. SIR എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കാൻ ഉൾപ്പെടെ BLOമാരുടെ ഭാഗത്തു നിന്നും മികച്ച സേവനമാണ് ലഭിക്കുന്നതെന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വോട്ടറായ മൊയ്തീൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. എന്റെ വീട്ടിൽ ആകെ 10-12 പേരുണ്ട്. അപ്പൊ ഈ പിള്ളേരെ സേവനം വളരെയധികം സുഖകരമാണ്. ഇങ്ങനത്തെ സേവനങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ഥലങ്ങളിലൊക്കെ വേഗം ഈ ഫോമുകളൊക്കെ പൂരിപ്പിച്ച് കിട്ടും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി സംഘടിപ്പിക്കുന്ന അഡ്മിറൽ കപ്പിനായുള്ള 14ാമത് പായ്വഞ്ചിയോട്ട മത്സരത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിലെ നാവികസേനാംഗങ്ങൾ 6 ദിവസം നീളുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയ്ക്ക് വേണ്ടി ഏഴിമല നാവിക അക്കാദമിയും നാഷണൽ ഡിഫൻസ് അക്കാദമിയും മത്സരിക്കും. സ്ക്വാഷ് ലോകകപ്പിന് നാളെ ചെന്നൈയിൽ തുടക്കമാകും. തുടർച്ചയായ 3ാം തവണയാണ് ഇന്ത്യ സ്ക്വാഷ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങൾ മത്സരിക്കും. ഓരോ ടീമിലും 2 വീതം പുരുഷ വനിതാ താരങ്ങൾ പങ്കെടുക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ഇന്ന് രാവിലെ 10 മണിവരെ 40,714 തീർത്ഥാടകർ ദർശനം നടത്തി. ഇതിൽ 6,438 പേർ സ്പോട്ട് ബുക്കിംഗിലൂടെയാണ് ദർശനത്തിനെത്തിയത്. ഇൻഡിഗോ പ്രതിസന്ധിക്കിടയിലും വ്യോമഗതാഗതം സാധാരണ നിലയിലേക്കെന്ന് കേന്ദ്ര സർക്കാർ. ഇതുവരെ 610 കോടി രൂപയുടെ റീഫണ്ട് ലഭ്യമാക്കിയതായും 3000-ലേറെ ബാഗേജുകൾ തിരികെ നൽകിയതായും ഇൻഡിഗോ എയർലൈൻ അറിയിച്ചു. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടത് സംബന്ധിച്ച കാരണം കാണിക്കൽ നോട്ടീസുകൾക്ക് ഇൻഡിഗോ ഇന്ന് മറുപടി നൽകും. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള 5 ഇൻഡിഗോ സർവീസുകൾ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ലോക്സഭയിൽ. ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. ഇന്ന് നിശബ്ദ പ്രചാരണം. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് 36,630 സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി ഈ മാസം 12-ന്. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി.
മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. സ്ക്വാഷ് ലോകകപ്പിന് നാളെ ചെന്നൈയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.